ഹായ് ഹലോ, എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. അപ്പം ഇന്ന് വിശേഷങ്ങൾ പറയുകയെന്ന് വെച്ചാൽ എൻ്റെ മെയിനായിട്ടുള്ള ജോലി പാചകമാണല്ലോ. അപ്പം നമുക്ക് പാചകത്തെക്കുറിച്ച് തന്നെ പറയാം. അപ്പം ഇന്ന് ഞാൻ അച്ചാറുകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അച്ചാറുകളെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പം നമ്മുടെ വീടുകളിൽ ആരോഗ്യപ്രദമായിട്ട് ഉള്ള അച്ചാറുകളാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. യാതൊരു കെമിക്കലും ചേർന്ന അച്ചാറുകളല്ല. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ നിർത്തി അച്ചാറുകൾ തയ്യാറാക്കാനായിട്ട് പുറത്തുനിന്ന് ഒരാളെയും എൻ്റെ വീട്ടിലുള്ളവരെ പോലും ഞാൻ നിർത്താറില്ല. ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ തന്നെയാണ് അച്ചാറുകളൊക്കെ തയ്യാറാക്കുന്നത്. അത് നമുക്ക് എത്ര വയ്യാഴ്മയാണെങ്കിലും നമ്മൾ തന്നെ തയ്യാറാക്കാൻ നോക്കും. ഇപ്പോൾ ഒരാളെ വിളിച്ച് പെട്ടെന്ന് അച്ചാർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തന്നെ അത് തയ്യാറാക്കി കൊടുക്കാൻ നോക്കും. അപ്പോൾ അച്ചാറുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം അച്ചാറുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കടുക് മാങ്ങ എന്ന് പറയുന്ന നമ്മുടെ സാധാ മാങ്ങാച്ചാർ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ എന്ന് പറയുന്നു. അപ്പം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അച്ചാർ എന്ന് പറയുമ്പോൾ അതിനെല്ലാം ഒരേ ടേസ്റ്റ് അല്ല. ഇപ്പോൾ കടുക് മാങ്ങയുടെ ടേസ്റ്റ് അല്ല നമ്മുടെ സാധാ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം നാരങ്ങ അച്ചാർ, ഇപ്പം നമുക്ക് എണ്ണയില്ലാത്ത നാരങ്ങ അച്ചാർ തയ്യാറാക്കാം. അതിനൊരു മാസത്തെ ഏകദേശം അത് തയ്യാറാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു മാസം വേണം ആ എണ്ണയില്ലാത്ത മാങ്ങാച്ചാർ നാരങ്ങ അച്ചാർ തയ്യാറാക്കണമെങ്കിൽ കറക്റ്റ് ഒരു മാസം തന്നെ നമുക്ക് വേണം ആ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാധാ രീതിയിലുള്ള മുളകിലുള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കാം, വെള്ളയ്ക്ക് തയ്യാറാക്കാം, ഉലുവ നാരങ്ങ തയ്യാറാക്കാം, പിന്നെ നാരങ്ങ സ്റ്റഫ്ഡ് നാരങ്ങ തയ്യാറാക്കാം. അപ്പം ഇതിനൊക്കെ ഓരോ ടേസ്റ്റും ഓരോ വിലയുമാണ്. നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അച്ചാർ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ അച്ചാറല്ലേ എന്നല്ല മനസ്സിലാക്കേണ്ടുന്നത്. അപ്പം ഞാനത് എടുത്ത് ഞാൻ പറയുന്നുണ്ട്. ഓരോ അച്ചാറിനും ഓരോ പേരുണ്ട്. അപ്പോൾ അത് ഓരോ വ്യത്യസ്ത രീതിയിലാണ് ഈ അച്ചാറുകളെല്ലാം തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗുണനിലവാരമില്ലാത്ത അല്ലെ ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനങ്ങൾ നമ്മൾ വാങ്ങി ഇവിടെ എടുക്കുന്നില്ല. എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വാങ്ങി തയ്യാറാക്കുന്നത്. വില കുറഞ്ഞ ഒരു സാധനങ്ങളും വാങ്ങി ഇവിടെ ഒരു ഭക്ഷണ സാധനങ്ങളും തയ്യാറാക്കി കൊടുക്കുന്നില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്, അതിൽ നമ്മൾ മായം കലർത്തിയിട്ട് നമുക്ക് ഒരു ലാഭവും നേടണ്ട. അപ്പോൾ ഞാൻ ഇന്ന് പറയാം, ചില ആൾക്കാർ ചോദിക്കും അച്ചാറിന് ഭയങ്കര വിലയാണല്ലോ, അല്ലെങ്കിൽ ഇത്തിരി വില കുറച്ച് തരുമോ എന്ന് ചോദിക്കുന്നവർ. നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു 10 രൂപയുടെ എക്സാമ്പിൾ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങുന്നു. നമ്മുടെ കയ്യിൽ 5 രൂപയുള്ളൂ. 5 രൂപ എടുത്തിട്ട് എനിക്ക് ഈ 10 രൂപയുടെ ബിസ്ക്കറ്റ് 5 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചാൽ അവർ തരുമോ? ഇല്ല. ഇപ്പോൾ ഒരു കടയിൽ പാലിന് 28ആണ്, അതിൻ്റെ അടുത്ത കടയിൽ 30ആണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു കവർ പാല് വാങ്ങുന്നു, ആ കടയിൽ 28 ഉള്ളല്ലോ, ഇവിടെ എന്താ 30? എനിക്ക് 28 രൂപയ്ക്ക് പാല് വേണമെന്ന് പറഞ്ഞാൽ അവർ തരുമോ? ഇല്ല. അപ്പം പക്ഷേ അവർക്ക് തരാവുന്നതേ ഉള്ളൂ. അവർ മറ്റൊരാളുടെ ഉൽപ്പന്നം എടുത്ത് വെച്ച് അവർ വിൽക്കുന്നതാണ്. അവർക്കിപ്പോൾ 1 രൂപയോ 2 രൂപയോ കുറച്ച് തരാം. കാരണം അതുപോലെയല്ല ഞങ്ങളെന്ന് പറയുന്നത്. ഈ സാധനങ്ങൾ വാങ്ങി നമ്മളുടെ കഷ്ടപ്പാടും ഈ സാധനങ്ങളുടെ ഓരോ നിത്യോപയോഗ സാധനങ്ങൾക്കും തീ വിലയാണ് ഓരോ ദിവസവും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വെളിച്ചെണ്ണ തന്നെ അറിയാം, വെളിച്ചെണ്ണ വില അറിയാം, നല്ലെണ്ണ വില അറിയാം. അപ്പോൾ ഓരോ സാധനങ്ങളുടെയും വില എല്ലാവർക്കും അറിയാം. എക്സാമ്പിൾ നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് മേടിക്കുന്ന ഒരു വിനാഗിരിക്ക് പോലും വില കുതിച്ച് കയറുന്ന ഒരു സമയമാണ്. എല്ലാത്തിനും നല്ല വിലയാണ്. പണ്ടൊക്കെ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും കിട്ടുമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നേർ കൂടുതലാണ് എല്ലാ സാധനത്തിൻ്റെയും വില. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ അച്ചാറിന് വില വാങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പം മാങ്ങയുടെ സീസണല്ല, മാങ്ങയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ്, പച്ചമാങ്ങ കിട്ടാനില്ല. അപ്പോൾ അഥവാ നമ്മൾ വാങ്ങിയാലും ചിലപ്പോൾ ഈ പഴുപ്പൊക്കെ ആയി ചെനച്ച മാങ്ങയായിരിക്കും. അപ്പം നമുക്ക് അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അങ്ങനെയുള്ള മാങ്ങ കൊണ്ട് അച്ചാറിടുമ്പോൾ അതിൻ്റെ രുചിക്ക് വ്യത്യാസം വരും. അപ്പം നമുക്ക് കടുക് മാങ്ങയൊക്കെ തയ്യാറാക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല പച്ചമാങ്ങ തന്നെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കടുക് മാങ്ങ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ഈ അച്ചാറുകൾ തയ്യാറാക്കുന്നത്. അപ്പം ഈ കാണുന്നതെല്ലാം നമ്മൾ ഒരേ രീതിയിൽ കാണുന്നത്. പണ്ട് ഞാൻ കൊടുത്ത രീതിയിൽ നമുക്ക് അച്ചാർ നമുക്കിപ്പം കൊടുക്കാൻ സാധിക്കില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സാധനങ്ങൾക്കും വില കൂടും. നമ്മൾ ഈ വാങ്ങുന്ന സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് വില കൂട്ടിയേ പറ്റൂ. അപ്പം ചില ആൾക്കാർ പറയും മാങ്ങയൊക്കെ പണ്ട് അടന്ന് വീണ. അപ്പം ഈ അടന്ന് വീണ് പോയ ആ കാലമല്ല ഇപ്പോഴും നമുക്ക് ഈ സാധനങ്ങൾ കിട്ടാനില്ലാത്ത സമയമാണ്. ആ സമയം ചില സാധനങ്ങൾക്ക് വില കുറയുകയും ചെയ്യും. അപ്പം ഈ ഉദാഹരണത്തിന് നമ്മൾ പാവയ്ക്കയൊക്കെ ഓരോ വീടുകളിലും പാവയ്ക്ക വളർത്തുന്നുണ്ട്. എത്ര പേർക്കറിയാം 1 കിലോ പാവയ്ക്ക അച്ചാറിന് എത്ര രൂപയാണെന്ന് എത്ര പേർക്കറിയാം?
അതാ പറഞ്ഞത്. അപ്പം നമ്മളതെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സാധനം, പാവയ്ക്കല്ലേ നിസ്സാര വിലയല്ലേ ഉള്ളൂ എന്ന് കരുതും, പക്ഷേ പാവയ്ക്ക അച്ചാറിന് നല്ല തീ വിലയാണ് പാവയ്ക്ക അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ വില നമുക്ക് വാങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല വെറുതെ നമുക്ക് പാവയ്ക്ക അരിഞ്ഞു കൂട്ടിയിട്ട് കുറച്ച് മുളക് അത് എണ്ണ ഒഴിച്ച് കൊടുത്താൽ അച്ചാറാകില്ല. ആ അച്ചാർ തയ്യാറാക്കണമെങ്കിൽ പല കടമ്പകളും ഉണ്ട്. ഇപ്പം ഞാൻ എണ്ണയില്ലാത്ത നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞതുപോലെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള വില നമുക്ക് വാങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അച്ചാറുകളുടെ കാര്യം, ഈ നമുക്ക് 500 രൂപ കൊടുത്താൽ കടയിൽ നിന്നും 5-10 കിലോ അച്ചാറുകൾ കിട്ടും. അപ്പം നമ്മളാലും മലയാളികൾ എന്ന് പറയുന്നത് എല്ലാം ലാഭത്തിൻ്റെ പുറകെ നടക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കയ്യിലെ കാശ് കൊടുത്ത് നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം. ഈ വീടുകളിൽ തയ്യാറാക്കി കൊടുക്കുന്ന അച്ചാറുകളെന്ന് പറഞ്ഞാൽ ഏതെവിടെ നിന്നായാലും നിങ്ങൾക്ക് കണ്ണും അടച്ച് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാം. കാരണം അതിൽ യാതൊരു അച്ചാർ കേടാകാതിരിക്കാനുള്ള ഒരു കെമിക്കൽസും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഗ്യാരൻറ്റിയും പറയുന്നില്ല അച്ചാർ ഒരുപാട് നാളിരിക്കും എന്ന് നമ്മൾ ഗ്യാരൻറ്റിയും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അച്ചാർ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ.